അപ്പം ബ്ലോഗിന്റെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ ഇന്റർവ്യൂ നടത്തുക. ശ്രീ സി പി സുഗതൻജി വളരെ കാലമായി അറിയപ്പെടുന്ന ഒരു സ്വയം സേവകനാണ്. ഹിന്ദു സമൂഹത്തിനിടയ്ക്കുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനാണ്. കേരളത്തിലെ BJPയുടെ അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാൾ കൂടിയാണ്. കേരളത്തിലെ BJP അധികാരത്തിൽ വരുന്നതിനുള്ള തടസ്സങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് അദ്ദേഹമായിട്ട് നമുക്ക് ചോദിക്കാം. നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ, ഇടത് സർക്കാർ എന്നുള്ള ആരും ഉപയോഗിക്കാറില്ല, പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒരു മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 35ഓളം സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയിച്ച 35ഓളം സീറ്റുകളിൽ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം BJPക്ക് കിട്ടിയ വോട്ടിനേക്കാളും തുലവും കുറവായിരുന്നു. അപ്പോൾ BJPയുടെ ശക്തി CPMൽ നിന്ന് ചോർന്നു വരുന്ന വോട്ടുകളാണെങ്കിൽ പോലും അത് CPMനെ തന്നെ ബലത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു ഓപ്പോസിറ്റ് ഒരു പാരഡോക്സ് ആണ് നമ്മൾ കാണുന്നത്. CPMന്റെ വോട്ട് ചോരുന്നെങ്കിൽ പോലും അവർ ജയിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് എത്തുന്നത്. അതേസമയം കോൺഗ്രസിന്റെ വോട്ട് ചോരുന്നുണ്ട്, അതും BJPക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 35 മണ്ഡലങ്ങളിലും BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടില്ലാതിരുന്നത് കൊണ്ടും ആരെയാണ് കേരളത്തിൽ അവർക്ക് തോൽപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ട് നിലപാടില്ലാതിരുന്നുകൊണ്ടാണ് അവർ 140 സീറ്റുകളിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 ഇലക്ഷന് മുമ്പ് ഒരിക്കൽ ഒരു 100 സീറ്റ് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ BJP 140 സീറ്റിൽ മത്സരിക്കുന്നതാണോ BJPയുടെ വളർച്ചയ്ക്ക് നല്ലത്, അതോ സെലക്ടഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ യുദ്ധം ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ റിസോഴ്സസും കൂടെ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ക്രോഡീകരിക്കാറുണ്ട്, ഏകീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനമാണ് സംഘം ആദ്യം തൊട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം BJPക്ക് ശക്തിയുള്ള അല്ലെങ്കിൽ സംഘത്തിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പകരം അവരുടെ ശക്തിയും റിസോഴ്സസും എല്ലാം പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോകുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? കൃത്യമായിട്ടുണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. അത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് എ ബാറ്റിൽ. ഒരു 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 ബാറ്റിലാണ്, ഒരു വാറാണ്. ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി പലയിടത്തും നമ്മൾ ചില ബാറ്റിലുകൾ നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അവിടെ പരാജയപ്പെട്ടാലും നമ്മൾ യുദ്ധം ഓവറോൾ ജയിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജി കേരളത്തിൽ ഈ BJP ഇന്നേ വരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇതിൻ്റെ അതിൽ നമ്മൾ ഇടതുപക്ഷമാണോ നമ്മുടെ മുഖ്യ ശത്രു, വലതുപക്ഷമാണോ? വടക്കേ ഇന്ത്യയിൽ എന്തായാലും കോൺഗ്രസ് മുക്ത ഭാരതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ് നമ്മൾക്ക് വടക്കേ ഇന്ത്യയിലെ BJP യുക്തമായിട്ടുള്ള മുദ്രാവാക്യവും. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോഴേ ഈ കേരളത്തിന്റെ ഒരു സ്പെഷ്യൽ പശ്ചാത്തലമുണ്ട്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കാൻ BJPക്ക് ഇന്നേ വരെ കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്താണെന്നറിയോ, ഇടതിനെ സഹായിക്കുന്നു എന്നുള്ള പേരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു കാലാകാലങ്ങളിൽ നമ്മൾ ഇടതിനെ സഹായിക്കണോ വലതിനെ സഹായിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷന് എപ്പോഴും കേരള BJPക്ക് നേതൃത്വത്തിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇടത് ഭരിക്കുമ്പോൾ ഇടതിനെതിരെ നമ്മൾ സമരം നടത്തും. ഇടതിനെതിരെ നമ്മൾ സ്വയം ഒരു വലിയ രീതിയിലുള്ള സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കി തീർക്കും. അപ്പൊ ആ അവയർനെസിന്റെ എല്ലാം പരിണത ഫലം UDF കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ശബരിമല വിഷയത്തിൽ തന്നെ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചതും ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നതും ഭക്തർക്ക് വേണ്ടി പോരാടിയതും BJPയും സംഘപരിവാറുമാണ്. നമ്മുടെ കർമ്മസമിതിയൊക്കെ എന്തോ ഒരു ഫൈറ്റാണ് നടത്തിയത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഗുണഭോക്താവ് ഈ കോൺഗ്രസ് ആയിരുന്നു. അതുപോലെ എല്ലാ കാലങ്ങളിലും BJPയുടെ പ്രവർത്തനത്തിന്റെ ഫലം ഒന്നിൽ ഇടതനുഭവിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വലതനുഭവിക്കും. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ട്രാറ്റജി കുറവ് കൊണ്ടാണ്. നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം, സുരേന്ദ്രന്റെ കാലത്ത് നമ്മൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെയായിരുന്നു, പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടതിനെ സഹായിക്കുന്നതായിട്ട് നമ്മുടെ പ്രവർത്തകർക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തോന്നിയത് ശരിയാണോ തെറ്റാണോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു സ്ട്രാറ്റജിയുടെ കുറവാണ്, അതൊരു ക്ലാരിറ്റിയുടെ കുറവാണ്. കാരണം ഇടതിനെ സഹായിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സ്വയംസേവകർക്കിടയിലും നമ്മുടെ BJPയുടെ പ്രവർത്തകർക്കിടയിലും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത്രയും സ്വർണ്ണക്കടത്തും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ഇടത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും
ഒരു കേസ് എടുക്കാനോ അതിന്റെ ആ എടുത്ത കേസുകൾ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ കൊണ്ടെത്തിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രവർത്തകർ പലരും വിചാരിക്കുന്നത് നമ്മൾ എന്തോ BJP നമ്മൾ ഇടതിന്റെ സപ്പോർട്ടേഴ്സ് ആണെന്നുള്ളതാണ്. പക്ഷെ ചില അവസരങ്ങളില് നമ്മൾ പിന്നെ UDF ജയിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ സ്വയംസേവകരുടെ ഇടയിലുണ്ട്. നമുക്ക് ശക്തിയില്ലാത്തടത്ത് എന്നാൽ UDFന് കൊടുത്തു കളയാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വോട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ അനുഭാവികൾ എന്ന് പറയാം. സ്വയംസേവകർ അങ്ങനെ എല്ലാ കാലത്തും BJPക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ട്രാറ്റജിയുടെ കുറവ് നമുക്ക് എല്ലാ കാലത്തും ഈ BJP കേരള ഘടകത്തിനുണ്ട്. അവിടെ കൺഫ്യൂഷന്റെ ഒരു തരംഗമുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ ഏറ്റവും അവസാനത്തെ ഒരു കൺഫ്യൂഷന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. കേരളത്തിൽ ഇപ്പൊ BJPക്ക് ആവറേജ് ഒരു 20% വോട്ടുണ്ട്, ആവറേജ്, അല്ലെങ്കിൽ ഒരു 17 to 20% വോട്ടുണ്ട്. ആ വോട്ട് എവിടുന്ന് വന്നു എന്നുള്ളത് BJPക്ക് ഇന്നും ക്ലാരിറ്റിയോടുകൂടി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എവിടുന്നാണ് വന്നത്. പക്ഷെ ഇപ്പോഴേ ലാർജ് സ്കെയിലില് SNDP സമുദായത്തിൽ നിന്ന് ഹിന്ദുക്കള് മാറി BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. CPM പലയിടത്തും പരാജയപ്പെടാനുള്ള കാരണം CPMന്റെ ഹിന്ദു വോട്ടുകള് BJPക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരു ചെറിയ ശതമാനത്തിന് അനുഭാവം ഉണ്ടായിട്ടുണ്ട് BJPയോട്. അവർ ചില വിഭാഗങ്ങൾ BJPക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്നുണ്ട്. ക്രിസംഖികൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ ഒരു ക്രിസംഖി, ഇപ്പൊ ഞാനിപ്പോ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്. ഈ ക്രിസംഖികളുടെ വീട്ടിലുള്ളവർ പോലും അവര് ചിന്തിക്കുന്നില്ല, അവര് പള്ളിക്കാർ പറയുന്നേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ക്രിസംഖികള് ലാർജ് സ്കെയിലില് പിന്നെ നമുക്ക് വോട്ട് ചെയ്തെന്നും അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായം നമുക്ക് എല്ലാ കാലത്തും നമുക്ക് സപ്പോർട്ടായി എന്നൊരു അമിത വിശ്വാസം കേരള BJPക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ കഴിഞ്ഞ പഞ്ചായത്തിൽ പിന്നെ നമ്മുടെ ഈ ഇലക്ഷൻ സുരേഷ് ഗോപിയുടെ വിജയത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു വികാരം BJP നേതൃനിരയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹം അവർക്ക് അനുകൂലമായിട്ട് വന്നു. അപ്പൊ ഇനി ക്രിസ്തീയ സമൂഹത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് കേരളത്തിലെ ഇലക്ഷൻസ് നേടാമെന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സമൂഹം അതിന് പ്രിപ്പയർ ആയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറെയും കുറഞ്ഞു അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് BJP വർഗീയ പാർട്ടിയാണെന്നുള്ള കുറെ ആൾക്കാർക്ക് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് വോട്ട് കിട്ടുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സുരേഷ് ഗോപിയുടെ പ്രശ്നം തന്നെ, സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത് എന്ന് വരുത്തി തീർക്കാൻ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് മറുനാടനെ പോലുള്ള ആൾക്കാര് വളരെ ആസൂത്രിതമായിട്ട് ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടെങ്കിലേ BJPക്ക് ഇനി നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈപ്പിൽ വീണിരിക്കുകയാണ് ഇന്നത്തെ BJP നേതൃത്വം. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് മഞ്ചേരിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, എവിടുന്നോ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു, എവിടുന്നോ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി. അവരെ സംബന്ധിച്ച് ഇപ്പോഴേ ഹിന്ദു വോട്ട് ഇതൊരു വലിയ അപകടകരമായ പോക്കിലേക്കാണ് ഇത് നിൽക്കുന്നത്. വെള്ളാപ്പള്ളി സാറിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി സാർ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഹിന്ദു അനുകൂലമാണ്. അദ്ദേഹത്തെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു പക്ഷേ ഇടതുപക്ഷത്തെ, ഞാനൊക്കെ സമുദ്ധാന സമിതിയുടെ കൺവീനർ ആയിരുന്ന അതേ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പിന്മാറി പോകുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് നല്ല സമ്പർക്കത്തിൽ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ വരുന്ന വലിയ മാറ്റത്തെ അദ്ദേഹം കാണുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളലിനെ പിന്തുണയ്ക്കുകയാണ് നമ്മൾ വേണ്ടിയത്. അതായത് ഹിന്ദു സമൂഹമാണ് കേരളത്തിൽ 52%. ആ 52%-ല് ഇന്ന് BJPക്ക് 20% ഉണ്ടെങ്കിൽ 18% അവരാണ്. പക്ഷെങ്കിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് RSSനും സംഘപരിവാറിന്റെ മറ്റ് സംഘടനകൾക്കും തോന്നി തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് ഹിന്ദു ഐക്യവേദിയുടെ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലുണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ. ഹിന്ദു പാർലമെന്റിന്റെ, ഇപ്പൊ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഹിന്ദു പാർലമെന്റിലെ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമുദായ നേതാക്കളുടെ റിഫ്ലക്ഷൻ, നിങ്ങൾക്കിനി ഹിന്ദുവിനെ വേണ്ട എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയാണോ BJP എന്ന് ചോദിക്കുന്നു. ഹിന്ദുക്കൾ എന്തായാലും ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ഇനി ഹിന്ദുക്കളെല്ലാം ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞു, ഇനി യാതൊരു കാരണവശാലും ഇനി ഹിന്ദുക്കളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഈ കന്യാസ്ത്രീ പ്രശ്നത്തിലേക്ക് വരുന്നുണ്ട്. ഇത് ബാക്ക്ഫയർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളായ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങള്, അതായത്
മോദിജിയുടെ കാലം വരെയും നമ്മളൊപ്പം ഇല്ലായിരുന്നു. അവരിൽ നിന്ന് നല്ലൊരു ഒഴുക്ക് നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് നമ്മൾ ക്രിസ്തീയ വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ഒരു അപകടകരമായ ചിന്താഗതി ഈ കന്യാസ്ത്രീ പ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് BJP ആ ആശങ്കകള് അടിസ്ഥാന ഹിന്ദു ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് 2016 മറ്റ് ഇതര സമുദായങ്ങൾക്ക്, നായാടി മുതൽ നമ്പൂരി വരെയുള്ള സമുദായങ്ങൾക്ക് BDJs എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അവർ എൻ ബ്ലോക്കായിട്ട് CPM പോയി വോട്ട് ചെയ്ത അതേ അവസ്ഥ ഇപ്പൊ വീണ്ടും വരാനുള്ള സാധ്യതയാണ്. ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുകയും ഹിന്ദുക്കള് BJPക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടായിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ അത് അങ്ങനെ വരുത്തി തീർത്ത് കഴിഞ്ഞാൽ അത് BJPക്ക് അപകടം ചെയ്യും. അത് വലിയ കുഴപ്പമുണ്ടാവും. ഇപ്പൊ തന്നെ കേരളത്തിലുള്ള RSSന്റെ നല്ലൊരു ശതമാനം പ്രവർത്തകർക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഞങ്ങളുടെ ഹിന്ദു പാർലമെന്റ് ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ നേതൃത്വത്തിനും ഈ ഒരു ചിന്താഗതി ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത് ഇപ്പോഴൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു പാർലമെന്റിന് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ മൂവ്മെന്റില് ദേശീയതയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ നമ്മൾ കൊണ്ടുവരികയാണ്. ആ ദേശീയതയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ മണിപ്പൂർ പ്രശ്നം വന്നാലും കന്യാസ്ത്രീ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ അടിസ്ഥാന ഹിന്ദുത്വയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ജോർജ് കുര്യൻ, അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ BJPയുടെ പ്രവർത്തനത്തിലേക്ക് വന്നത്? ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ദേശീയവാദിയായ, ഇത്രയും രാജ്യസ്നേഹമുള്ള, ഇത്രയും ദേശീയവാദിയായ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനാണ് അങ്ങും ഞാനും കൂടെ, അല്ലേ? അങ്ങ് നമ്മുടെ സപ്പോർട്ടായിട്ട് പോകുന്നല്ലോ. അപ്പൊ നമ്മള് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളത്, നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒരിക്കലും കന്യാസ്ത്രീ പ്രശ്നത്തില് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവര് മതമാറ്റ ലോബിക്ക് അനുകൂലമല്ല. അങ്ങനെയുള്ള ബിഷപ്പുമാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്തീയ സമൂഹത്തോട് ഹിന്ദു സമൂഹവും അല്ലെങ്കിൽ സംഘപരിവാറും അടുക്കേണ്ടത് ഈ ദേശീയ ചിന്താഗതിയുള്ള ക്രിസ്ത്യാനികളുടെ കൂടാണ്. അതിന് പകരം ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മതം മാറ്റ ലോബിക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറി ഈ ഒരൊറ്റ വിഷയത്തില്. അതായത് നമ്മളിപ്പോ ഈ മറുനാടനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലല്ല ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഈ ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് ബാക്ക് ഫയർ ചെയ്യും. അത് ഡാമേജ് കൺട്രോൾ അവർ വരുത്തിയില്ലെങ്കിൽ അവർക്ക് ദോഷം.